التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തുർനദ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് മആരിഫുകളുടെ ഇനങ്ങളിൽ രണ്ടാമത്തതിനെ സംബന്ധിച്ചാണ്. ഒന്നാമത്തേത് ബമീർ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം രണ്ടാമത്തേത്. സുമ്മൻ നൗഉസ്സാനി, പിന്നെ അന്നൗഉസ്സാനി രണ്ടാമത്തെ ഇനം, മിനൽ മആരിഫി മആരിഫുകളുടെ കൂട്ടത്തിൽ നിന്നും രണ്ടാമത്തെ ഇനമാകുന്നത് അൽ ആലമു, ആലമാകുന്നു. എന്താണ് ആലമെന്ന് പറഞ്ഞാൽ വഹുവ, അത് ഒരു ഇസ്മാണ്. ഉല്ലിഖ, അതിനെ ബന്ധിപ്പിക്കപ്പെട്ടു. അല ഷൈഇൻ മുഅയ്യനിൻ, മുഅയ്യനായ നിർണിതമായ മുഅയ്യനായ ഒന്നിൻ്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടു. അത് അങ്ങനത്തെ ഇസ്മാണ്. പിന്നെ എങ്ങനെ, ഏത് നിലയിലാണ്? ഗൈറ മുതനാവിലിൻ, ഉൾക്കൊള്ളാത്ത നിലയിൽ. ആ ഉല്ലിഖ എന്ന അതിൻ്റെ ബമീറിന് ഹാലാക്ക, ഉൾക്കൊള്ളിക്കാത്ത നിലയിൽ ഒരു മുഅയ്യനായ ഷൈഇൻ്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടൊരു ഇസ്മാകുന്നു. എന്തിനെ ഉൾക്കൊള്ളാത്ത? ലിമ, ഒന്നിനെ. എങ്ങനത്തെ ഒന്ന്? അശുബഹ, അത് സാദൃശ്യമായി, ഹു, ഇതിനോട്. അപ്പം ഇതിനോട് സാദൃശ്യമായ ബാക്കിയുള്ള എന്തൊക്കെ മുസമ്മണ്ടോ അതിനൊന്നും ഉൾക്കൊള്ളിക്കൂല. അതായത് ഇപ്പം സെയ്ദ് എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ തടിക്ക് ഒരു മുസമ്മ, ഒരു തടിക്കാണ് പറയുക, ഒരു തടീനെ മാത്രം അത് നിർണ്ണയിക്കൂ. അതല്ല ഇനി വേറെ സെയ്ദിന് വേറെ ആൾക്ക് പേരിട്ട് നിൽക്കുക, അത് ഇതിൽ ഉൾക്കൊള്ളുക, അത് വേറെ, ആ സെയ്ദ് വേറെ. അതേപോലെ അതിനോട് സാദൃശ്യം അത് പറയുമ്പോൾ അതല്ലാത്ത മറ്റു ആലമുകളൊക്കെ ഓരോ വ്യക്തിക്ക് പേരിട്ടതൊക്കെ സെയ്ദ്, ഉമർ, ഇങ്ങനെ പോലത്തതും. ഇനി സെയ്ദ് തന്നെ പേരിട്ടാൽ അതൊക്കെ വേറെ വേറെയാണ്. സെയ്ദ് എന്ന് ഒരു വ്യക്തിക്ക് പേരിട്ട പിന്നെ അതിൽ വേറൊരാളെ എന്ത് ചെയ്യൂല, വേറെ ആലമുള്ള സെയ്ദ്, ഉമർ, മുഹമ്മദ് പോലത്തോലൊന്നും അതിൽ ഉൾക്കൊള്ളൂല. ഓലൊക്കെ വേറെ. അതാണ് ഒരു മുഅയ്യനായ നിർണിതമായ ഒരു ഷെയ്ഇൻ്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടൊരു ഇസ്മ എന്ന് പറഞ്ഞത്. ഗൈറ മുത്തനാവിലിൻ, അത് തന്നെ ഉൾക്കൊള്ളാത്ത നിലയിൽ, ലിമാ അസ്ബഹു, അതിനോട് സാദൃശ്യമാകുന്നതിനെ. ഇത് പറഞ്ഞാൽ അതിനോട് സാദൃശ്യമാകുക എന്ന് പറയുമ്പോൾ സെയ്ദിനെ പോലെ തന്നെ വേറെ വേറെ പറയുക മുഹമ്മദ്, അല്ലെങ്കിൽ ഉമർ, അമ്ര, ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. മുഅയ്യനായ ഷെയ്ഇൻ്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടത് തന്നെയാണ്, പക്ഷെ അതിനെ ഉൾക്കൊള്ളൂല, അത് വേറെ, ഇത് വേറെ. ഈ സെയ്ദ് തന്നെ ഒരാൾക്ക് പേരിട്ടാൽ ആ സെയ്ദിന് എന്തായാലും ഈ സെയ്ദ് ഉദ്ദിയിൽ ഉൾക്കൊള്ളൂല, അത് വേറെ വേറെ തന്നെ. ഇനി നോക്കാം, വഹുവ, അത് ബിഅതിബാരി തശഖുസിഹി, അതിൻ്റെ തശഖുസന തഅയ്യുൻ്റെ മാനം എടുക്കാം. അതിൻ്റെ നിർണിതമാകൽ, തഅയ്യുനാകൽ, അതാ തശഖുസ് ആവുക എന്ന് പരിഗണിച്ചുകൊണ്ടും, വ അദമിഹി, അത് അഥവാ ആലമ് പറയുന്നത് ഉദ്ദേശിക്കുന്ന ആലമ് തശഖുസ് തഅയ്യുനാവുക എന്ന നിലക്കും, വ അദമിഹി, അതേപോലെ തന്നെ അത് തഅയ്യുൻ അല്ലാതിരിക്കുക എന്ന നിലക്കും പരിഗണിച്ചുകൊണ്ട് ഇത്തിബാർ ചെയ്തുകൊണ്ട് ഖിസ്മാനി, രണ്ട് ഖിസ്മുകളാണ്. ഒരു വിരാമ ആലമ് എന്ന് പറയുമ്പോൾ നമ്മൾ അൽഫിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടത് ഏതാ, മുഅയ്യനിൻ്റെ മേൽ തഅയ്യുനാക്കി പറയുന്ന അലമുകളാണ് ഇപ്പോൾ സെയ്ദ്, മുഹമ്മദ് എന്നുള്ളതൊക്കെ. അങ്ങനെ തഅയ്യുനാക്കാതെ നെക്കിറയെപ്പോലെ മാനയിൽ ഉൾക്കൊള്ളുന്ന ആലമുകളുണ്ട്, ജിൻസിയായ ആലമുകൾ. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അൽഫി ആലമിൻ്റെ ബാബിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ നിലക്കാണ് മുസന്നിഫ് ഇവിടെ പറഞ്ഞ രണ്ട് വിഭാഗമുണ്ട്. കാരണം അന്നാഹു, തീർച്ചയായും അത് അലമ് എന്ന് പറഞ്ഞാൽ ഒന്നൂക്കിൽ ഇമ്മ ഷഖ്സിയുൻ, അത് ഷഖ്സിയായിരിക്കും, ഓരോ വ്യക്തിക്കുള്ളതായിരിക്കും, ഓരോ ഷഖ്സിയായിക്കൊണ്ട് നിർണിതമായിക്കൊണ്ടുള്ളതായിരിക്കും. സെയ്ദ് പോലെ, വ അമ്രിൻ പോലെ. അതുകൊണ്ട് നമുക്ക് വേണം ഉമർ, സെയ്ദ്, ഉമർ, അബ്ദുറഹ്മാൻ, ഇങ്ങനത്തെ എല്ലോ ഒക്കെ ഓരോ ഷഖ്സിന്, ഒരു വ്യക്തിക്കുള്ള നൽകാം. അല്ലെങ്കിൽ രണ്ടാമത്തേതാണ് വാദമിഹി എന്ന് പറഞ്ഞാൽ നോക്കുക, ഔ ജിൻസിയിൻ, അത് ജിൻസിയായിരിക്കും. ഉസാമ പോലെ ജിൻസിയായ അലമാണ്. ഇസ്മു ജിൻസ് അല്ല, ജിൻസിയായ അലമാണത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആയാനുകൾക്ക് വരും ചിലപ്പോൾ. ഇതിപ്പോൾ ഉസാമ എന്ന് പറഞ്ഞാൽ ഐനാണല്ലോ. ഐനിന് അഥവാ ഈ അസദിൻ്റെ ജിൻസിന്, സിംഹത്തിൻ്റെ വർഗത്തിൻ്റെ പേര് അലമാണത്. ഇസ്മു ജിൻസല്ല, ഇസ്മു ജിൻസിൻ്റെ അലമാണ് അബു ഉസാമ. അതുകൊണ്ടല്ലേ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിയിൽ പറഞ്ഞിട്ടില്ലേ, അറബികൾ വെച്ചു ലി ബഅദിൽ അജ്നാസി, ചില ജിൻസുകൾക്ക്,
എന്താ അലം, അലമിനെ വെച്ച് നോക്കുക. അലമിൽ അസ്ഹാസി ഷഖ്സിൻ്റെ അലമിനെ പോലെ തന്നെ, അഥവാ ലഫ്സിൽ അതിൻ്റെ ഹുക്കും അതിന് വരും. ലഫ്സിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഹാല് വരും, അല്ല് വരൽ എന്താ മുംതനിയാവും. അതേപോലെ തന്നെ അതിന് മറ്റൊരു കാരണം കൂടി, അലമ് എന്ന മാനവിയായ ആ ഇല്ലത്തിനോട് കൂടെ ലഫ്സിയായ മറ്റെന്തെങ്കിലും ഒരു ഇല്ലത്ത് കൂടി ഉണ്ടായാൽ അത് ഗൈറു മുൻസരിഫാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആലമിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉസാമത്ത എന്ന് പറയും, ഉസാമത്ത എന്ന് പറയണൊക്കെ ഉസാമത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഉസാമത്താണ് മുഅന്നസ് വന്നു, തനീസും അലാമത്ത് വന്നു, അപ്പോൾ ഉസാമത്ത ഗൈറു മുൻസരിഫാണ് ഇവിടെ. മനസ്സിലായേ? അതേപോലെ തന്നെ മാനാക്കും വരും. അതിവിടെ ഇപ്പം മാനാക്കും ഒക്കെ അൽഫിൽ ഇബ്നു മാലിക് പറഞ്ഞ ഉദാഹരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. മിൻദാക ഉമ്മഅരിയത്തിൽ ലിൽഖറബി വഹാകദാ സുആലത്തുൽ ലിസ്സാലബി വമിസ്ലുഹു ബർറത്തു ലിൽമബറ കദാ ഫജാരി ആലമുൽ ലിൽഫാജറ. ഇപ്പോൾ ദാത്ത് അയാനുകൾക്കാണ് പറഞ്ഞത്. ഇപ്പോൾ ഫ ഇന്നഹു തീർച്ചയായും ഇവിടെ നോക്കാം നമുക്ക്. ഫ ഇന്നഹു തീർച്ചയായും ഈ ഉസാമത്ത എന്നുള്ളതുണ്ടല്ലോ, അത് അലമുൻ ലി ജിൻസിൽ അസദി, സിംഹത്തിൻ്റെ വർഗത്തിനാണ്. അപ്പോൾ അയിന് അയാനുകൾക്കുള്ളതാണ്, ഇത് അതിൽപ്പെട്ടതാണ്. അസദിൻ്റെ ജിൻസിന് പറയുന്ന അലമാണ്. അതേപോലെ തന്നെ അൽഫിൽ ഇബ്നു മാലിക് പറഞ്ഞത് ഏതാ, തേളിൻ്റെ ജിൻസിന് എന്താ പറയുക, ഉമ്മു ഇരിയത്ത് എന്ന് പറയും, ഉമ്മു അരിയത്ത്. അതുപോലെ തന്നെ സാലബ് കുറുക്കൻ്റെ വർഗത്തിന് ജിൻസിന് എന്ത് പറയും, സ്വാലത്ത് എന്ന് പറയും. അതുപോലെ തന്നെ മാനകൾക്കും ഉണ്ടാവും, മാനികൾക്കും എന്താ അങ്ങനെ ഉണ്ട്. ബർറത്തു ലിൽ മബറ, കണ്ടോ? അത് മബറത്തിൻ്റെ അഥവാ മറണ ബിറിൻ്റെ മാന, ബിറിൻ്റെ ഉള്ള അലമാണ് അതെന്ത്, ബർറത്തു എന്നുള്ളത്. മബറക്കുള്ള അലമാണ് ബർറത്ത്. അതേപോലെ തന്നെ നമ്മൾ തസ്ബീഹിന് സുബ്ഹാന എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കദാ ഫജാരി ആലമുൽ ഫജ്റ ഉണ്ടോ, ഫുജൂർ അഥവാ ഫുജൂറിൻ്റെ മാന തമ്മാടിത്തരത്തിന് ഫുജൂർ എന്ത് പറയും, അതിന് ഫജാരി എന്ന അലമ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാനുകൾക്കും ഉണ്ടാകും, അതുപോലെ തന്നെ മാനികൾക്കും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. നോക്കാം ബാക്കി. അപ്പോൾ ഫൈനഹു അലമുൻ ലിൽ ജിൻസിൽ അസദി. അപ്പോൾ അതെന്താ തഅയ്യുനല്ല. കാരണം ഈ ഉസാമത്ത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഹത്തിന് നമ്മൾ മുഹമ്മദ് അഹമ്മദ് എന്ന് പറയുന്നത് പോലെയല്ല, മറിച്ച് അതിൻ്റെ എല്ലാ അഫ്രാദുകളും ഏതൊക്കെ സിംഹത്തിനെ കണ്ടാലൊക്കെ അതിനൊക്കെ നമുക്ക് ഉസാമ എന്ന് പറയാം. ഏതൊക്കെ കുറുക്കനെ കണ്ടാൽ അതിനൊക്കെ സുവാലത്ത് എന്ന് പറയാം. ഏതൊക്കെ അക്രബിനെ കണ്ടാൽ നമുക്ക് ഉമ്മു അരിയത്ത് എന്ന് പറയാം. ഇങ്ങനെ പറ്റും. അപ്പോൾ അതാണ് ഇബ്നു മാലിക് പറഞ്ഞത്. കഅലമിൽ അഷ്ഖാസി ലഫ്സൻ ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞത് വഹുവ അം. എന്നാൽ മാനയിലതോ മിൻ ജിഹത്തിൽ മാന എന്ന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് നെക്രയെ പോലെയാണ്. കാരണം അതിൻ്റെ മദലൂൽ എന്താ, ഷായിആണല്ലോ. നെക്രൻ്റെ മദലൂല് പോലെ തന്നെ. റജുലു എന്ന് പറഞ്ഞാൽ ബാലിഗായിട്ടുള്ള എല്ലാ ആണും പുരുഷൻ, എല്ലാ മുഹമ്മദ് അഹമ്മദ് എല്ലാവരും പെട്ടു, ഒരു തഅയ്യുനില്ല. എന്നതുപോലെ തന്നെയാണ് ഉസാമ. അതെന്താ, അതിൻ്റെ മദലൂല് എന്തില്ല, ഒരു തഅയ്യുനില്ല, ഷായിആണെന്നർത്ഥം. അപ്പം നോക്കാം നമുക്ക്. ലി കാരണം അന്ന തീർച്ചയായും നീ, തഖൂലു നീ പറയും, ലി കുല്ലി അസദിൻ എല്ലാ സിംഹത്തിനെയും, റഅയ്തഹു നീ കാണുന്ന എല്ലാ സിംഹത്തിനെയും പറയും എന്താ, ഹാദാ ഉസാമത്തു മുഖ്ബിലൻ. ഹാദാ ഉസാമത്തു എന്ന് വായിക്കണം, കാരണം ഗൈറു മുൻസരിഫാണ്, രണ്ട് ഇല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുസന്നിഫ് ഷാരിഹ് ഇങ്ങനെ പറഞ്ഞത് തന്നെ ഹാല് വരാൻ പറ്റും, കാരണം മാരിഫാണല്ലോ ഉസാമത്തു എന്നുള്ള മാരിഫ. അപ്പോൾ മുഖ്ബിലൻ എന്ന നിലക്ക് എന്തായി അവിടെ ഹാല് വന്നതിൽ നിന്ന് മുഖ്ബിലായ നിലയിൽ ഉള്ള ആകുന്നു. അപ്പോൾ ഹാദ ഇത് ഉസാമയാകുന്ന ഉസാമ തന്നെ മുഖ്ബിലൻ മുന്നിട്ടതായ നിലയിൽ. അപ്പോൾ ഷാരിഹ് അങ്ങനെ ഉദാഹരണം കൊണ്ടുവന്നതാണ്. കാരണം ഉസാമ ലഫ്ദ് ഉള്ള മാരിഫാണത്, അതുകൊണ്ടായി നമുക്ക് എന്ത് ചെയ്യുക, ഹാല് കൊണ്ടുവരാം. ഹാദ ഇത് ഉസാമയാകുന്നു, മുഖ്ബിലൻ അത് തന്നെ മുന്നിട്ടതായ നിലയിൽ. അപ്പോൾ ഫഹുവ അത് ഫിൽ ലഫ്ദി, ഉസാമ എന്നുള്ളത് ലഫ്സിൽ എന്താണ്, മാരിഫത്തുൻ, ലഫ്സിൽ മാരിഫാണ്. പക്ഷേ വഫിൽ മാനൽ നെക്കിറാണ്, നെക്കിറത്തുൻ നെക്കിറയാണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ മദ്ലൂൽ ഷായിആണ്, തഅയ്യുനില്ല എന്നർത്ഥം. വഹുവ ഇനി ഈ അലമിനെ ബിഅ്തിബാരി ദാത്തിഹി അതിൻ്റെ ദാത്തിനെ പരിഗണിച്ചുകൊണ്ട് സലാസത്തു അഖ്സാമിൻ മൂന്നിനങ്ങളാകുന്നു. അതിൻ്റെ ദാത്തിനെ ഇത്തിബാർ ചെയ്തുകൊണ്ട് മൂന്ന് ഖിസ്മുകളാക്കാം. നോക്കാം. ഈ കാരണം അന്നഹു തീർച്ചയായും അത് ഈ ഇമ്മ, അതായത് പറയുന്നത് ഒന്നുകിൽ നമ്മൾ കുനിയത്തലമ് ലഖബലമ് പറഞ്ഞില്ലേ, ആ നിലക്കുള്ളതാണ്. ആ ഒരു
തഖ്സീമാക്കലാണ്. ലി അന്നഹു തീർച്ചയായും, കാരണം തീർച്ചയായും അത് ഇമ്മസ്മുൻ കമാ മസ്സൽന, ഒന്നുകിൽ അത് ഇസ്മായിരിക്കും, കമാ മസ്സൽന നമ്മൾ ഉദാഹരിച്ചതുപോലെ. അതെന്തിനാൽ ഉദാഹരിച്ചെന്ന് പറഞ്ഞാൽ മിൻ സെയ്ദിൻ സെയ്ദിനാൽ വ ഉസാമത്ത ഉസാമയാൽ. അപ്പോൾ ഇസ്മുകളായിരിക്കും, സെയ്ദ് ഉസാമത്ത പോലെ ഇസ്മുകളായിരിക്കും. അതിൽപ്പെട്ടപ്പോൾ മുഹമ്മദ്, അഹമ്മദ്, അബു, പിന്നെ ഫാത്തിമ, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. ഇനി ഔ അല്ലെങ്കിൽ ലഖബുൻ, ലഖബായിരിക്കും. എന്താ ഈ ലഖബ് എന്ന് പറഞ്ഞാൽ വഹുവ, ഈ ലഖബ് എന്ന് പറഞ്ഞാൽ മ ഓരിസ് ഒന്നാണ്. അശാറ അത് അറിയിച്ചു ബി റിഫാത്തിൽ മുസമ്മ, ആ മുസമ്മ അഥവാ പേര് വെക്കപ്പെട്ട ഒരു ദാത്ത് ഉണ്ടാവില്ല മുസമ്മ, ആ മുസമ്മയുടെ ഉയർച്ചയെ അതറിയിക്കും. ഒരു റിഫാത്തിനെ, ഉന്നതിയെ, പ്രശസ്തിയെ അതിനറിയിക്കും. അല്ലെങ്കിൽ ഔ ദാത്തിഹി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ താഴ്ചയെ അറിയിക്കാനായിരിക്കും. അഥവാ ഒന്നുകിൽ ദമ്മിന് വേണ്ടിയോ അല്ലെങ്കിൽ മദ്ഹന് വേണ്ടിയോ വരുമെന്നർത്ഥം. ഇതുപോലെയൊക്കെ സൈനിൽ ആബിദീൻ, അപ്പോൾ മദ്ഹിന് വേണ്ടിയാണല്ലോ വന്നത്, ആബിദീങ്ങളുടെ സൈൻ, സൈനൊക്കെ സൈനുൽ ആബിദീൻ പോലെ. അതേപോലെ തന്നെ വ കുഫ, കുഫത്ത് എന്ന് പറയും, വ കുഫത്ത, കുഫത്ത് എന്ന് പറയും. അതെന്താ, ഈ പൊണ്ണത്തടി അല്ല, പൊണ്ണത്തടി കുള്ളൻ, പൊണ്ണത്തടി അല്ല കുള്ളന് പറയും, കുള്ളൻ, കുള്ളൻ എന്ന നിലക്ക് കുഫ പറയല്ല, കുഫ. അല്ലെങ്കിൽ കുനിയത്തുൻ, മൂന്നാമത്തത് കുനിയത്തായിരിക്കും. ഒന്നുകിൽ ഇസ്മായിരിക്കും, സെയ്ദ് ഉസാമ പോലത്തെ, അല്ലെങ്കിൽ ലഖബായിരിക്കും, സൈനുൽ ആബിദീൻ, കുഫ പോലെ. അതന്നെ നമ്മൾ മദ്ഹനും ദമ്മിന് വേണ്ടി വരും. അല്ലെങ്കിൽ കുനിയത്തായിരിക്കും വഹുവ, കുനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മാസുദ്ദി റബി അബിൻ വ ഉമ്മിൻ, ഉമ്മ കൊണ്ട് അബു കൊണ്ടൊക്കെ തുടങ്ങപ്പെട്ടതാണ്. അത് മാത്രമല്ല അഹു പോലത്തതൊക്കെ പെടുമെന്ന് നമ്മൾ അത് അൽഫിയൻ്റെ ബാബിൽ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആലമിൻ്റെ ബാബ് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഉമ്മ കൊണ്ട് അബു കൊണ്ടൊക്കെ തുടങ്ങപ്പെട്ടതായ ഒന്നാണ് എന്ത്, കുനിയത്ത് എന്ന് പറഞ്ഞാൽ. ഇതുപോലെയൊക്കെ അബി ആമ്രീം പോലെ, വ ഉമ്മി ആമ്രീം പോലെ, ഉമ്മ അബു കൊണ്ട് തുടങ്ങിയല്ലോ. ഇനി വ ഇദജ്തമഅ ലഖബു, ലഖബ് ഒരുമിച്ച് കൂടുമ്പോൾ മഅൽ ഇസ്മി, ഇസ്മിനോട് കൂടെ, ഫൽ ഗാലിബു അധികരിച്ചും, അന്നഹു തീർച്ചയായും അത് തീർച്ചയായും കാര്യം യുഅഖറുൽ ലഖബു, ലഖബിനെ പിന്തിപ്പിക്കപ്പെടും, അനിൽ ഇസ്മി, ഇസ്മിനെ തൊട്ട് ഗാലിബിലും പിന്തിപ്പിക്കപ്പെടുന്ന. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുസന്നിഫ് പറഞ്ഞത് എന്താ, ലഖബും ഇസ്മും ഇദജ്തമഅ ലഖബു മഅൽ ഇസ്മിനോടൊപ്പം കൂടി വന്നാൽ, ഒരുമിച്ച് കൂടുമ്പോൾ ഫൽ ഗാലിബു അധികരിച്ചു, ഗാലിബും അന്നഹു തീർച്ചയായും കാര്യം യുഅഖറുൽ ലഖബിനെ തഖ്റീർ ചെയ്യപ്പെടുന്ന അനിൽ ഇസ്മിനെ തൊട്ട്. അപ്പോൾ ഈ ഗാലിബ് എന്ന് പറയുമ്പോൾ എന്നാൽ ഇസ്മിനേക്കാൾ ലഖബ് അഷ്ഹറായാൽ അപ്പം എന്ത് ചെയ്യും, ചിലപ്പോൾ ലഖബിനെ മുന്തിക്കും, ലഖബിനെ ഇസ്മിനേക്കാൾ മുന്തിക്കും. കാരണം ഇസ്മിനേക്കാൾ അഷ്ഹർ ചിലപ്പോൾ ലഖബായിരിക്കും. ഇതുപോലെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഇവിടെ മസീഹ് എന്നുള്ളത് ലഖബാണ്. അപ്പോൾ ഇസ്മിനേക്കാൾ ഈസ എന്ന ഇസ്മിനേക്കാളും ലഖബിനെ അവിടെ മുന്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. എന്നിട്ട് ഇനി ലഖബിൻ്റെ ഇറാബ് എന്താ വരിക, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ എന്താ ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയിൽ വസ്മൻ അതാ വ കുന്യതൻ വ ലഖബ വ അഖിറൻ സാ ഇൻസിവാഹു സഹിബാന. അഥവാ ഇസ്മായിട്ടും അത് വരും, കുനിയത്തായിട്ട് ലഖബായിട്ടൊക്കെ വരും. വ അഖിറൻ സാ, വ അഖിറൻ, നീന്ത് ലഖബിനെ തഖ്റീർ ചെയ്തോ, പിന്തിച്ചോ, ഇൻസിവാഹു സഹിബ, അതല്ലാത്തതിനോട് അഥവാ കുനിയത്തല്ലാത്ത ഇസ്മിനോട് അതെന്താ ചെയ്യുക, സഹവസിച്ച് വന്നാൽ, അതിനെ ഇസ്മിനോട് സഹവസിക്കുമ്പോൾ നീ എന്ത് ചെയ്തോ, അതിനെ പിന്തിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അൽഫിയൽ ആലമിൻ്റെ ബാബിൽ വിശദീകരിച്ചതാണ്. ഇനി അതിന് എന്തൊക്കെ നമ്മൾക്ക് ഇറാബ് കൊടുക്കാൻ പറ്റും, ലഖബാബ് അതാ പറയുന്നത്. വ യുജഅലുൽ ലഖബു, ലഖബിനെ ആക്കപ്പെടും, താബിഅൻ ലഹു, അതിനെ ഇസ്മിനെ എന്താക്കുക, താബിഅക്കുക, ഫി ഇറാബിഹി, അതിൻ്റെ ഇറാബിൽ. അതായത് എനിക്ക് ബദലായിട്ടോ ഔ അത്ഫ ബയാനില്ലെങ്കിൽ അത്ഫ് ബയാനായിട്ടോ കൊടുക്കാം. മുത്ലഖൻ, മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, ഐ സവാ, അതായത് സവാഉം കാന, അത് രണ്ടും ആയിരുന്നാലും ശരി, മുഫ്രദൈനി രണ്ട് ഇസ്മും ലഖബും മുഫ്രദായിരുന്നാലും ശരി താബിയാക്കാനാണ്. അപ്പം ഇങ്ങനെ ക സഈദിൻ കുർസിൻ എന്ന് പറയാം. ഒറ്റയ്ക്ക് പറയുമ്പോൾ സഈദുൻ കുർസുൻ ഇങ്ങനെ പറയാം. പക്ഷേ അത് കൂഫക്കാരുടെ അടുക്കലൊക്കെ അത് ജായിസാണെങ്കിലും ബസ്രക്കാരുടെ അടുക്കൽ അത് വുജൂബാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയിൽ അത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്.
ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞെന്താ വഇയകൂന മുഫ്രദൈനി ഫഅദിഫ് ഹത്മൻ വഇല്ലാ അത്ബഇല്ലദി റദീഫ് വഇയകൂന ആ ഇസ്മുൽ ലഖബുമായിരുന്നാൽ മുഫ്രദൈനി രണ്ട് മുഫ്രദായാൽ അഥവാ മുദാഫല്ല മുഫ്രദായാൽ ഫഅദിഫ് നീ ഇദാഫത്ത് ചെയ്തോ ഇസ്മിനെ എങ്ങോട്ട് ഹത്മൻ ലഖബിലേക്ക് ഹത്മൻ നിർബന്ധമായിട്ടുന്ന. അപ്പോൾ ജംഹൂറുൽ ബസറിനെടുക്കലും മുഫ്രദായാൽ അവിടെ എന്താക്കണം എന്നാ, മുഫ്രദായാൽ അവിടെ ഇദാഫത്ത് ചെയ്യൽ വുജൂബാന്ന. പക്ഷേ കൂഫക്കാരെടുക്കല പ്രശ്നമല്ല, കൂഫക്കാരങ്ങനെ പറയുന്നില്ല. മുസന്നിഫ് താഴെ പറയുന്നുണ്ട്. അത് നമുക്ക് കൂഫക്കാർ സജ്ജാജ് ഇമാമൊക്കെ പറഞ്ഞതിനോട് കുറച്ച് യോജിക്കുക. കാരണം എന്താ വെച്ചാൽ അതാണ് സഹ്ല്. അപ്പോൾ പിന്നെ തെവിയൊന്നും വേണ്ട, മനസ്സിലായില്ലേ? തെവിയിൽ ആവശ്യം വരില്ല. ഇബ്നു മാലിക് റഹ്മഹുല്ല കാഫിയിലും തസ്സീലും ഇഖ്തിയാറാക്കിയതും അത് തന്നെയാണ്. അപ്പോൾ ഇത് ജംഹൂറുൽ ബസർക്കാരുടെ അടുക്കലും മുഫ്രദായി വന്നാൽ താബി പറ്റൂല, അവിടെ പിന്നെ ഇദാഫത്ത് വുജൂബാണെന്നാണ്. അതാണ് ഇബ്നു മാലിക് അൽഫില നിലക്കാണ് ഇവിടെ പറഞ്ഞത് ഫാദിഫ് ഹത്മൻ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ലത്ബില്ലദി റദീഫ് എന്നാണ്. അപ്പോൾ പിന്നെ താബി ആക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എന്താക്കാം, താബി ആക്കാം. കൂഫക്കാരെ മതം അനുസരിച്ച് അവർ പറഞ്ഞനുസരിച്ച് നോക്കാം. അതാണ് കുറച്ചുകൂടി സഹലി, രണ്ടും പറ്റുമെന്ന് വെക്കാം. അപ്പോൾ തെവിയിൽ വേണ്ട, മറ്റേതാകുമ്പോൾ തെവിയിൽ വേണം ഇദാഫത്ത് ചെയ്യുമ്പോൾ. കാരണം ഒരു ഷെയ്ഇനെ ഇദാഫത്തു ഷെയ്ഇ ഇലാ നഫ്സിഹി, അതിലേക്ക് തന്നെ ഇദാഫത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ഇദാഫത്തിൻ്റെ ബാബിൽ ഇബ്നു മാലിക് റഹ്മഹുല്ല പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തെവിയിൽ വേണ്ടി വരും. ആദ്യത്തെ മുസമ്മാണ്, പിന്നെ അല, രണ്ടാമത്തേത് സഈദ് മുസമ്മാണെന്നും കുർസ് അലമാണെന്നും തെവിയിൽ ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമല്ല, നമുക്ക് സഈദുൻ കുർസുൻ താബിയാക്കി പറയാം. സഈദിൻ കുർസിൻ പോലെ. അതാണ് മുത്തലക്കൻ എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണം. അത് അതിനോട് കൂടെ മനസ്സിലാക്കുക. ഔ മുറക്കബൈനല്ലേ, രണ്ട് മുറക്കബാവുക, ഇസ്മും ലഖബും മുറക്കബായി വരിക. ഏതുപോലെ അബ്ദില്ലാഹി, പിന്നെ കാബിദില്ലാഹി, പിന്നെ സൈനുൽ ആബിദീൻ. ബദലോ ആത്തിഫ് ബയാനായിട്ട് നമുക്ക് പറയാം. ഔ മുഖ്തലിഫൈനി, അല്ല രണ്ടും വ്യത്യസ്തമാണ് നിൽക്കുക. ഒന്ന് മുറക്കബായിരിക്കും, ഒന്ന് മുഫ്രദായിരിക്കും. ഇതുപോലെ സൈദിൻ സൈനുൽ ആബിദീൻ. അതിൽ ഇസ്മ എന്തായി, അവിടെ ഇസ്മ അവിടെ മുഫ്രദും സൈനുൽ ആബിദീൻ മുറക്കബായി. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇസ്മ മുറക്കബ് ഇദാഫിയായ മുറക്കബ്, പിന്നെ ലഖബ് മുഫ്രദായത് സൈദിൻ സൈനുൽ ആബിദീൻ വ അബ്ദില്ലാഹി കുർസിൻ ഉണ്ടാവും. അപ്പോൾ ഈ നിലക്കൊക്കെ നമുക്ക് അവിടെ താബിയാക്കി പറയാം. ഇനി മറ്റൊന്നും കൂടിയും പറ്റി നോക്കാം. വയജൂസ്, അനുവദനീയമാണ്. ഐദൻ വീണ്ടും അൽ ഖത്ഉ അനിൽ തബഇയ്യ, തബഇയ്യത്തിനെ തൊട്ട് നമുക്ക് ഖത്ഉൻ ചെയ്യാം, താബിയാക്കാതെയും പറയാം. അപ്പം എങ്ങനെ, ഒന്നൂക്കിൽ ഇമ്മാ ബി റഫ്ഇഹി, അതിനെ റഫ് ചെയ്തുകൊണ്ട് പറയാം ഈ ലഖബിന്. അപ്പം നമുക്കൊരു എന്താ, അപ്പോൾ ഖബറൻ ഏത് നിലക്ക, ഖബറല്ലി മുബ്തദഇൻ മഹദൂഫിൻ, കളയപ്പെട്ട മുത്താൻ്റെ ഖബറായ നിലക്ക്. അപ്പോൾ ഹുവ എന്ന മുത്ത തഖ്ദീർ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായി? അപ്പോൾ റഫോട് കൂടി വരും. അപ്പം നമുക്ക് എന്നെ പറയും, റഫോട് കൂടി ഇപ്പോൾ ഒരു നസ്ബിൻ്റെ സ്ഥാനത്താ വന്ന് നിൽക്കാം. റഅയ്തു സൈദൻ, റഅയ്തു ഞാൻ കണ്ടു സൈദൻ സൈദിനെ. അവിടെ നമുക്ക് സൈനുൽ ആബിദീൻ എന്ന് പറയാം. അതെങ്ങനെ, ഒരു ഹുവ എന്ന മുത്താനെ തഖ്ദീർ ചെയ്ത് കൊടുക്കാം, അങ്ങനെ പറ്റും. അല്ലെങ്കിൽ ബി നസ്ബി, അതിനെ നസ്ബും കൊടുക്കുക. അതെങ്ങനെ, മഫ്ഊലൻ ലി ഫിഅലിൻ മഹദൂഫിൻ, മഹദൂഫായ ഒരു ഫീലിൻ്റെ മഫ്ഊലാന്ന നിലക്ക്. അപ്പോൾ പറയാ ഹാദാ സൈദുൻ, എന്നിട്ട് നമുക്ക് സൈനുൽ ആബിദീൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആനി എന്നൊരു ഫീല് മഹദൂഫായ ഫീലിനെ തഖ്ദീർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറ്റും. ഇനി അല്ലെങ്കിൽ ഔ യുജഅലുൽ ലഖബു, ലഖബിനാക്കപ്പെടും മഹ്ഫൂദൻ ബി ഇദാഫത്തിഹി, അതിനെ ഇദാഫത്ത് ചെയ്തുകൊണ്ട് മഹ്ഫൂദ് മജ്റൂറാക്കപ്പെടുന്ന. അത് എല്ലാത്തിലും പറ്റൂല. അതെങ്ങനെ, അതായത് ബി ഇദാഫത്തിഹി എന്ന് പറഞ്ഞാൽ ഇസ്മിനെ ഇല ലഖബ്, ലഖബിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ട് മഹ്ഫൂദായിട്ടും എന്താവും, ലഖബ് വരും, മജ്റൂറായിട്ടും വരും. മഖബിലുള്ള പിന്നെ അതിനനുസരിച്ചുള്ള ഇറാബ് അനുസരിച്ചാണല്ലോ വരിക. പക്ഷേ ലാക്കിൻ ലാ മുത്തലക്കെന്ത്, മുത്തലക്കെന്ന നിലക്കല്ല. ബൽ അതെപ്പോഴാണ് ഈ നുഫ്രിദ, അത് രണ്ടും എന്താണോ മുഫ്രദായിരിക്കണം, മുറക്കബാൻ പറ്റൂല. കസഈദി കുർസിൻ പോലെ, കസഈദി കുർസിൻ, അത് നമ്മൾ പറഞ്ഞു. അതാണ് ഇവിടെ ഇനി ഷാരിഹ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫഹാദിഹിൽ ഇദാഫത്തു, ഈ ഇദാഫത്ത് വാജിബത്തുൻ ഇൻദൽ ബസരിയീന, ബസറക്കാരുടെ അടുക്കൽ അതെന്താ നിർബന്ധം നമ്മൾ പറഞ്ഞു. പക്ഷേ അമ്മൽ കൂഫിയൂന വ സജ്ജാജ് ഇമാമും കൂഫക്കാരൊക്കെ പറഞ്ഞത് അവരാകട്ടെ ഫയുജീസൂനൽ ഇത്ബാ അയ്ബൻ, അവർ അതിനെ താബിയാക്കൽ അനുവദനീയമാക്കിയവരാണ്. അപ്പോൾ കൂഫക്കാരും സജ്ജാജ് ഇമാമും ഫയുജീസൂനൽ ഇത്ബാ അയ്ബൻ, അവർ ഇത്ബാഇനെ താബിയാക്കൽ അവർ അനുവദനീയമാക്കിയിട്ടുണ്ട്.
ഏതുപോലെ എന്ന് പറഞ്ഞാൽ കമാലൗ കാന ഗൈറ മുഫ്രദൈനി, അത് രണ്ട് മുഫ്രദ് അല്ലാണ്ട് മുറക്കബായി വരുമ്പോൾ നമ്മൾ താബിയാക്കല്ലോ എന്നതുപോലെ തന്നെ രണ്ട് മുഫ്രദ. അപ്പോൾ രണ്ട് മുഫ്രദ് അല്ലാതെ മുറക്കബായി വരുമ്പോൾ നമ്മൾ താബിയാക്കുന്നത് പോലെ തന്നെ രണ്ട് മുഫ്രദായി വന്നാലും നമുക്ക് എന്താക്കാം, താബിയാക്കാം എന്നർത്ഥം. അതാണ് നമുക്ക് പിന്നെ തെവീലേക്കൊന്നും ആവശ്യമില്ല. അതാണ് വഹുവൽ അഖിയസ്, അതാണ് ഖിയാസിനോട് അഖിയസ് എന്ന് പറയുന്നത്. കാരണം എന്താ, അവിടെ നമുക്ക് പിന്നെ തെവീലൊന്നും വരണ്ട. ഈ ഒരു ഷെയ്ഇനെ അതിലേക്ക് തന്നെ ഇദാഫത്ത് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടാവില്ല. സഈദുൻ ഖുർസു എന്ന് പറഞ്ഞാൽ ഇദാഫത്ത് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആദ്യത്തേത് മുസമ്മാന്നും പിന്നാണ്ട് അലമെന്നൊക്കെ തെവീൽ ചെയ്യണം. ഇൻകാനൽ അവ്വലു അസഹ, ആദ്യത്തേത് അസഹ ആയിരുന്നാലും അഖിയസ് ഏതാണ്, നമ്മൾ മുഫ്രദാക്കി പറയലാണ്, താബിയാക്കി പറയലാണ്. അതാണ് അഖീസ് എന്ന് ശാരിഹാണ് പറയാണ്. ഇൻകാനൽ അവ്വലു അസഹ, ആദ്യത്തേത് അസഹ ആണെങ്കിലും അഖീസ് താബിയാക്കി പറയലാണ് എന്ന്. അത് ഇതിപ്പോൾ ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ അദ്ദേഹത്തിൻ്റെ ശറഹ് പറഞ്ഞ കാര്യം തന്നെയാണ്. അവിടെ ഇബ്നു ഹിഷാം റഹ്മഹുല്ല പറയുന്നുണ്ട്, എന്താ രണ്ട് വജഹ് അവിടെ പറയുന്നുണ്ട് ഇബ്നു ഹിഷാം റഹ്മഹുല്ല. അഹദുഹുമ ഇത്ബാഉൽ ലഖബി ലിൽ ഇസ്മി, ഇസ്മിനോട് ലഖബിനെ താബിയാക്കുക. കമാ തഖദ്ദമ ഫി ബഖിയത്തിൽ അഖ്സാമി, ബാക്കിയുള്ള കിസ്മിലൊക്കെ മുറക്കബായിട്ട് വരുമ്പോൾ താബി ആക്കിയതുപോലെ തന്നെ ലഖബിനെ ഇസ്മിനോട് താബിയാക്കാം. വസ്സാനി, രണ്ടാമത്തെ അഭിപ്രായം ഇദാഫത്തുൽ ഇസ്മി ഇലൽ ലഖബി, ഇസ്മിനെ ലഖബിലേക്ക് ഇദാഫത്ത് ചെയ്യലാണ്. ജുംഹൂറുൽ ബസരീന യൂജിബൂനൽ ഇദാഫത്ത, ജുംഹൂറുൽ ബസറക്കാരും ഇദാഫത്തിനെ വാജിബാക്കിയവരാണ്. എന്നിട്ട് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി പറയാണ് വസ്സഹീഹുൽ അവ്വൽ, സഹീഹ് അൽ അവ്വൽ ആദ്യത്തേതാണ്. അതേതാ, ഇത്ബാ താബിയാക്കലാണ്. വൽ ഇത്ബാ അഖിയസ് മിനൽ ഇദാഫ, ഇദാഫത്ത് ചെയ്യുന്നതിനേക്കാൾ അഖിയസ് ഇത്ബാ ആണ്, താബിയാക്കലാണ്. എന്നിട്ട് ഇബ്നു ഹിഷാം പറയുന്നുണ്ട് വൽ ഇദാഫത്തു അക്സർ, ഇദാഫത്താണ് അക്സർ എന്ന് ഇബ്നു ഹിഷാം അവിടെ പറയുന്നുണ്ട് റഹ്മഹുല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മൂന്നാമത്തെ ഇനം ഇശാറത്തിനെ കുറിച്ചാണ്. അത് അടുത്ത ക്ലാസ്സിൽ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.